ഹലോ നമസ്കാരം, ഞാൻ ഷയന. റീസെൻ്റ്ലി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്ന ഒരു ടോപ്പിക്കാണ് മേഴ്സി കില്ലിംഗ്. നമ്മളും ഒരു മൂവി കൊണ്ടുവന്നിരിക്കുകയാണ്. ഫൈനലി ആഫ്റ്റർ 3 years വി ആർ റിലീസിങ് ദിസ് മൂവി. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ഒരു ഫുൾ ടീം ഡിസ്കഷൻ പാനലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വി ആർ ഡിലൈറ്റഡ് ടു ഇൻട്രൊഡ്യൂസ് യു ടു ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദിസ് ടീം. താങ്ക് യു സോ മച്ച് ആൻഡ് ലെറ്റ് മീ വെൽക്കം യു ടു അനദർ കാസ്റ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ സെഷൻ. അപ്പോൾ അവരുടെ പേരാണ് ശ്രീകല. അപ്പോൾ ശ്രീകല, ടെൽ മീ അബൌട്ട് യുവർ ജേർണി. എങ്ങനെയാണ് ഈ മൂവിനെ കണ്ടെത്തിയ ഓർ യു ഹാവ് ചോസൺ ദ മൂവി, എങ്ങനെയാണെങ്കിലും പറയാം. എങ്ങനെയാണ് ദ ജേർണി ടിൽ സോ ഫാർ ആൻഡ് ഹൗ യു ഫീൽ ഫൈനലി ഇറ്റ്സ് റിലീസിങ് നൗ? ജേർണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെങ്ത് തന്നെയുണ്ട് കേട്ടോ പറയാനാണെങ്കിൽ. പക്ഷേ ഞാൻ അത് ചുരുക്കി പറയാം. ഷാനിനെ ഞാൻ കണ്ടെത്തിയത് തന്നെ ഒരു അത്ഭുതം എന്ന് പറയാം. ഒരു ഓഡിഷനാണ് ഷാനിനെ പരിചയപ്പെട്ടത്. അതിൽ ഷാനിൻ്റെ ഒരു മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തായിരുന്നു. ബട്ട് ആ ഒരു മൂവി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു ദിവസം എന്നെ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, ചെറിയൊരു റോളാണ്. അപ്പം അതിൽ ചേച്ചിയെക്കാളിലും കുറച്ച് പ്രായം കൂടിയ വേഷമാണ് അതിൽ വരണേന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് പ്രശ്നമല്ല, കാരണം അഭിനയം എന്നുള്ളത് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ ഏത് വേഷവും നമ്മൾ അഭിനയിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ, അതിന് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു, അഭിനയിച്ചു. വളരെ സന്തോഷം, കാരണം എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. നല്ലൊരു വേഷവും ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രവുമാണ് കിട്ടിയിരുന്നത്. അതിൽ ഗുരുവായൂർ ശിവജി സാറിൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. കഥാപാത്രം ഇനിയിപ്പം ഞാൻ കഥയായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല, പ്രേക്ഷകരെല്ലാവരും അത് കാണട്ടെ, കണ്ടിട്ട് വിലയിരുത്തട്ടെ എങ്ങനെയാണുള്ളതെന്ന്. എന്തായാലും എനിക്ക് ഷാനിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഷാൻ കാരണമാണ് ഞാൻ ഈ ഫിലിമിലേക്ക് നല്ല ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ എത്തിപ്പെട്ടത് ഷാൻ മുഖേനയാണ്. അപ്പോൾ ഹൗ യു ഫീൽ ഫൈനലി ഇറ്റ്സ് ഗോയിങ് ടു റിലീസ്? ഫീൽ പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? കാരണം നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം 3 വർഷമായില്ലോ. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് റിലീസ് ആവുന്നത്, എന്നാ റിലീസ്. പക്ഷെ അത് ആ തിയേറ്ററിൽ വരുമ്പോൾ കാണുന്നത് ഒരു വെറൈറ്റി, ഒരു എന്താ പറയാ, നമുക്ക് മുമ്പിലിരുന്നത് കാണുമ്പോൾ തന്നെ വിറയ്ക്കും, നമ്മൾ തന്നെയാണോ അതെന്നുള്ളത്. അപ്പൊ അത് ഞാൻ ഒന്ന് കണ്ടെങ്കിലും അത് ഇനിയും ആ തിയേറ്ററിനും അതിൽ പോയിരുന്ന് കാണാനുള്ള ഒരു ആങ്സൈറ്റിയിൽ ഇരിക്കുകയാണ്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഓൺ സ്ക്രീൻ, അത് കാണാൻ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഐ എം ഷുവർ. പിന്നെ ശിവജി സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയാ, വാട്ട് ഓൾ തിങ്സ് യു ലേൺ ഫ്രം ഹിം? സാറിന്റെ കൂടെ ഒരു കുഴപ്പമില്ല അത്ര, കാരണം എനിക്ക് സാറൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള. പക്ഷേ ആദ്യം കൂടെ ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല സഹകരണമായിരുന്നു. എന്താ പറയാ, ആ മൂവിയിലേക്ക് ചെന്ന് കയറിയപ്പം സത്യം പറഞ്ഞ ആദ്യം, കാരണം നമ്മള് ഷാനിനെ അന്ന് കാണുന്ന രീതിയല്ല ആക്ച്വലി ഓൺ സെറ്റ്സ് അല്ലേ, ഞാനും കേട്ടിട്ടുണ്ട്. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലേ ഓൺ സെറ്റ്? ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, എൻ്റെ ഷാൻ ഇങ്ങനെ ഇത്രയും ഷൗട്ടൊക്കെ ചെയ്യൂ. പക്ഷേ ശരിക്കും ഒരു കുടുംബം, ഒരൊറ്റ കുടുംബമായിട്ടാണ്. മോർ പ്രൊഫഷണൽ. അപ്പം വർക്ക് ആണല്ലോ, നമ്മൾ ആസ് എ ഫ്രണ്ട് നമ്മൾ അറിയുന്ന, അത് വരെ ഓൺ സെറ്റ്സ് ഹി ഈസ് എ ടോട്ടലി കംപ്ലീറ്റ്ലി ചേഞ്ച് പേഴ്സൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാനൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടിയും ശിവജി സാറ് മുമ്പിൽ വന്ന് കൂളായിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആ ഒരു നമുക്കതാണ്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറ്റൻഷൻ നമുക്ക് പറയാനും കൂടി ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും സപ്പോർട്ട് സിസ്റ്റം കിട്ടുമ്പം നമുക്ക് തോന്നില്ല ഇത് നമ്മുടെ ഫസ്റ്റ് മൂവി ആണെന്ന് അല്ലേ? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ എന്നോട് പലരും ചോദിച്ചു ഇത് ആദ്യത്തെ മൂവി ആണോ? ഞാൻ പറഞ്ഞ ആദ്യത്തെ മൂവിയാണ്. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ട്. പക്ഷെ അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടർ നമുക്ക് തരുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. കാരണം ഇൻക്രീസസ് ആർ കോൺഫിഡൻസ് ഓൾസോ അല്ലെ? നമ്മൾ ആദ്യമായിട്ടല്ലേ സ്ക്രീൻ സ്പേസ് ഒക്കെ നോക്കുന്നത്, പിന്നെ ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ കാണുന്നത് എങ്ങനെയാ. അപ്പോൾ കുറേ റൂംസ് ഉണ്ട് ടു ഇംപ്രൂവ്മെന്റ് ഓൾസോ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്യാണ് ബേസിക്കലി. അപ്പൊ നമുക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ആണ് വേണ്ടിയ ഫോർ ഓൾ ദ ന്യൂ കമേഴ്സ്. ഐ എം ടെല്ലിംഗ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ആക്ച്വലി.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ബട്ട് ആ പ്ലാറ്റ്ഫോം, ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും എന്താണ് ഏതാണെന്ന് പോലും അറിയില്ല. പക്ഷെ അവിടെ ചെന്ന് എല്ലാവരും നല്ല സിമ്പിളായിട്ട് കൂളായിട്ട് ചെയ്തോളൂ. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആത്മധൈര്യം വരികയാണ്. അത്രയും നേരം ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒന്നും അറിയില്ലല്ലോ. ലൈക്ക് എവറിത്തിങ് മാറ്റേഴ്സ്. ക്യാമറ ആംഗിൾ ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, അല്ലെ, നമ്മുടെ എക്സ്പ്രഷൻസ് എവിടെ എങ്ങനെ നന്നാവും, അതൊക്കെ നമ്മൾ ചെയ്താ പഠിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതിലൊക്കെ ഇത് നമ്മുടെ ടീം നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മേ ബി ഇറ്റ് വൺ നാഷണൽ അവാർഡ് ഓൾസോ, സ്റ്റേറ്റ് അവാർഡ് ഓൾസോ. സോ ശ്രീകല, ടെൽ മീ, ആർ ഓഡിയൻസ് വാണ്ട് ടു നോ, എന്താണ് സ്വച്ഛന്ദ മൃത്യു ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ എന്തിനാണ് നമ്മൾ പോയിട്ട് ഇത് തിയേറ്റർ വാച്ച് ചെയ്യേണ്ടത്? ലൈക്ക് വൈ ഷുഡ് ആർ വ്യൂവേഴ്സ് ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം? മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൂവി കാണുമ്പോഴേ അറിയത്തുള്ളൂ. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഔട്ട് പറയുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക്, അതായത് ഇപ്പം ആ കഥാപാത്രത്തെ ഉദ്ദേശിച്ച് ഞാൻ പറയണം, കൊടുക്കുന്ന വിദ്യാഭ്യാസം, അതായത് അച്ഛനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു സ്വത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവരത് കൊടുത്തു കഴിയുമ്പം അതിൽ നിന്ന് വളർന്ന് വലുതായി വരുമ്പോൾ തിരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവരതും കൊണ്ട് പറന്നു പോകും. പക്ഷേ നമ്മളെ അച്ഛനും അമ്മയും ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ മക്കളിൽ നിന്ന് കിട്ടാനായിട്ട്, അത് കിട്ടാതാവുമ്പോഴുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, അത് പല കുടുംബത്തിലുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അച്ഛൻ അമ്മ എന്നുള്ള ആ സ്വത്തിനെ അവർ ആ സമയത്ത് മറന്നു പോകുന്ന ചില, പിന്നെ ഇത് ഐ തിങ്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു മൂവിയാണ്. എന്റർടൈൻമെന്റ് മൂവീസും ഫണി കോമഡി അതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ബട്ട് ഇമോഷണലി കണക്ട് ആവുന്ന മൂവീസ് ഭയങ്കര കുറവാണ് ഇപ്പം വരുന്നത്. പിന്നെ ശിവജി ഗുരുവായൂർ സർ എടുത്ത് പറയേണ്ടതാണ്. അവർ ഓസം പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് തീമാണ്. ബട്ട് ഹി ഹാസ് എക്സെൽഡ് എവറിത്തിങ് ഐ തിങ്ക്, അല്ലേ? എല്ലാ കാറ്റഗറീസും അവർ ഇതുവരെ അങ്ങനത്തെ റോളേ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ടൈം ഐ തിങ്ക്. ആൻഡ് ഇമോഷണലി ഇത്രയും മൂവ് നമ്മൾ ലൈവ് പെർഫോമൻസ് കാണുമ്പോഴും നമ്മൾ തന്നെ ആ സമയത്ത് മൂവ്ഡ് ആയിട്ടായിരുന്നു ഫുൾ ടീം. അപ്പം തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും നല്ല ഫീൽ തരുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കാണുക. കാരണം തെറ്റുകുറ്റങ്ങൾ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. തെറ്റുകുറ്റങ്ങൾ പറ്റും, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ക്ഷമിക്കുക. ആദ്യത്തെ സിനിമയല്ലേ. പക്ഷേ നമുക്ക് നന്നായിട്ട് നല്ലോണം ഇരുന്ന് ആ സിനിമ ഒന്ന് വാച്ച് ചെയ്താൽ അറിയാം എത്ര ഫീല് ആവുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും വന്ന് കാണുക, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റുള്ളൂ. ന്യൂ കമേഴ്സിനും ഒരു ചാൻസ് കൊടുക്കുക. എനിക്കും ചോദിക്കാനുണ്ട്, ഷൈനയും ഇതിലൊരു കഥാപാത്രമായിട്ടുള്ളതാണ്. അതെ അതെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേണി? ഞാന് ഡോട്ടർ ഇൻ ലോ ആണ് ശിവജി. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാണട്ടെ. അതെ അതെ അതെ. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ടുഗെദർ. ശ്രീകല പറഞ്ഞ മാതിരി ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആ സപ്പോർട്ട് സിസ്റ്റം കിട്ടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. പിന്നെ ആസ് എ കോ സ്റ്റാർ ജയകുമാർ സർ ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഫുള്ളി സപ്പോർട്ട് ചെയ്തു, നമുക്കൊരു സ്പേസ് തന്നു ടു ഗിവ് യുവർ ബെസ്റ്റ്. നമുക്ക് ഇത് ഒരു ബൗണ്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്പേസ് കിട്ടി. ഫോർ ദാറ്റ് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഷാൻ. ആൻഡ് ഐ എം ഓൾസോ എക്സൈറ്റഡ്. ഫൈനലി നമ്മുടെ മൂവി ഔട്ട് ആവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പ്ലീസ്. ആൻഡ് വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു ബി റിലീസ്ഡ്. So the next person we have, I should say, the character of the movie that we have today in the studio is Mr. Ashraf. Ashraf, welcome to the show. Thank you. And finally, നമ്മുടെ movie Swachhandha Mrityu release ആകാൻ പോകുകയാണ്. How do you feel? I'm really very much happy because we are waiting for quite a long time for this movie to come. അതെ അതെ. But we are now finally we are reaching to that stage. ഓ ഗ്രേറ്റ്. അഷ്റഫ്, എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് സ്കെച്ച് ഒന്ന് പറയാൻ പറ്റുമോ? കുറച്ചെങ്കിലും നമ്മുടെ ഓഡിയൻസ് ദേ വോണ്ട് ടു നോ. ഇതൊരു ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബിക്കോസ് ഈ സിനിമയുടെ ആ പ്രത്യേക നമ്മുടെ ശിവജി സാർ ചെയ്ത ക്യാരക്ടറിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ആക്ച്വലി ഈ അഡ്വക്കേറ്റിന്റെ കഥാപാത്രമാണ്. യെസ് അഡ്വക്കേറ്റിന്റെ കഥാപാത്രമാണ്.
ഇയാളാണ് ആക്ച്വലി അദ്ദേഹം ആഗ്രഹിക്കുന്ന പിന്നെ പൊസിഷനിലേക്ക് ലീഗലി അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത് ഈ കഥാപാത്രമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് വിത്ത് ശിവജി സർ ആൻഡ് ദ എൻടയർ ടീം? റിയലി ഓസം എക്സ്പീരിയൻസ്. പിന്നെ അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക. ഇതൊരു ഡിഫറെൻറ്റ് കഥാപാത്രമാണ്. ഞാൻ ഒരു 9 സിനിമകളും ചെയ്തിട്ടുണ്ട്. അതിലൊരു 90% നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിലും വേറൊരു സിനിമയിൽ മാത്രമാണ് ഞാനൊരു നെഗറ്റീവിലല്ലേ കൂടുതൽ സ്കോപ്പ് അല്ല, ആക്ടിംഗ്. രണ്ടും വേണമല്ലോ, അല്ലെങ്കിൽ ടൈപ്പായി പോകില്ല. കറക്റ്റ്. ബട്ട് യു ആർ ഓപ്പൺ ഫോർ ഓൾ ദ ക്യാരക്ടേഴ്സ് അല്ലേ? ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, ഓപ്പൺ ആണ്. അതെ 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 അതെ. എന്താണ് മെസ്സേജ് ഫോർ ഓൾ ദ ന്യൂ കമേഴ്സ് ഹൂസ് വാച്ചിങ്? നിങ്ങളുടെ സ്ട്രഗിളും ഫൈനലി യുവർ മൂവി ഈസ് ഗോയിങ് ടു റിലീസ്. അല്ല, നമ്മുടെ എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല. അതാണ് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മെസ്സേജ് അതാണ്. നമ്മുടെ എവിടെയെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ആവരുത്. അതെ അതെ. നമ്മൾ ലൈഫിൽ ഒരു ഫാക്ടറും നമുക്ക് ഓപ്പോസിറ്റ് അല്ല. നമ്മളത് ട്രൈ ചെയ്ത് അതിന് പോസിറ്റീവായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ സിനിമയുടെയും സക്സസ് അതാണ്. കാരണം കണ്ടില്ലേ, ഇതിപ്പോ ഷാനെ പോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇതിന്റെ പിറകിലെങ്കിൽ ഇത് എവിടെയെങ്കിലും പെട്ടിയിലിരിക്കണ്ടാവും, അത് ഒരിക്കലും റിലീസ് ആവില്ല. പുള്ളിയുടെ എല്ലാ എഫേർട്ടും ഫ്രോം ദ ബിഗിനിങ് എടുത്ത് ഇപ്പൊ പ്രൊഡ്യൂസറിനെയും ഓവർടേക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഞങ്ങള് തന്നെ അപ്പൊ പുള്ളീനെ പോലെയുള്ള ഒരാളെ കൂടെ വർക്ക് ചെയ്യുക, ഇത് പെട്ടി കിടക്കാതെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് ഞാൻ തന്നെ ചെയ്ത 4 സിനിമകള് ഇതേപോലെ വർഷങ്ങളായിട്ട് പെട്ടി കിടക്കുന്നത്. നമുക്ക് എത്രമാത്രം നമുക്കൊരു റോള് കിട്ടുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എത്ര എക്സൈറ്റഡ് ആണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ് ആക്ച്വലി ഈ സിനിമയ്ക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഈ മൂവിയിൽ അങ്ങനെ ഉണ്ടല്ലേ, ഇന്റർനാഷണൽ ക്യാരക്ടേഴ്സ് ആണ്. അവിടെയായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടെ നിന്നാണ് ഷാനെ വിളിച്ചപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊക്കെ ചെയ്യണം. എന്നിട്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവരോടൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഷാൻ സാഹിബിനോട് വളരെയധികം ഒരു എന്താ പറയാ, ഒരു അഡ്മയർ ചെയ്യാണ് പുള്ളിയുടെ ആ ഒരു എഫേർട്ടിനെ. അല്ലെങ്കിൽ ഇത് ഒരിക്കലും വരില്ല പുറത്ത്. ഇപ്പൊ പ്രൊഡ്യൂസർ പറയാണ് ഐ ഡോണ്ട് വാണ്ട് ദിസ് മൂവി, ഐ ഡോണ്ട് വാണ്ട് റിലീസ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരാണ് എഫേർട്ട് എടുക്കുക? അതെ അതെ. അതും ഷാനു എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓൺ സെറ്റ്സ് നമ്മളൊക്കെ കണ്ടത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ഡയറക്ടർക്ക് പുള്ളിക്ക് റെമ്യൂണറേഷൻ ഇല്ലാതെ പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് പല കാര്യങ്ങളും പുള്ളി ചെയ്യണത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എനർജി. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ഫോർ ഓൾ ദ ന്യൂ കമേഴ്സ്. ഐ വുഡ് സേ അവരുടെ ഇപ്പൊ പുതിയ ന്യൂ പ്രോജക്ട്സും നടക്കുന്നുണ്ട്. ഈ സിനിമക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ സിനിമ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ലൈഫിൽ വലിയൊരു ലെസൺ ആണ് ജനങ്ങൾക്ക്. ഇന്നിപ്പോ നമ്മളെല്ലാം കുറെ കഴിയുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ സിനിമയിൽ പറയുന്നത്. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാതെ അവരെല്ലാം പുറത്തു പോകും. പിന്നെ നമ്മള് ഒറ്റയ്ക്കൊരു വീട്ടില് പിന്നെ അസുഖമായിട്ടിരിക്കുമ്പോ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അവിടെയാണ് ഈ സിനിമയുടെ പോയിന്റ്, അവിടെയാണ്. അപ്പൊ അത് ലീഗലി ഫൈറ്റ് ചെയ്തിട്ട് പുള്ളി അത് വാങ്ങിക്കുന്നതാണ് ഈ സിനിമയുടെ കണക്ഷൻ. അതെ അതെ. ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. തീർച്ചയായിട്ടും കണക്ട് ആകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും കണക്റ്റഡ് ആണ് ഈ സിനിമയിൽ. എല്ലാ ഫാമിലിയിലും ഉള്ള പ്രോബ്ലംസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എല്ലാരും അല്ലെ. ഇപ്പൊ മോസ്റ്റ്ലി എല്ലാരും പുറത്തല്ലേ. ഇപ്പൊ ഞാനും പുറത്തായിരുന്നു, യു ആർ ഓൾസോ അബ്രോഡ് അല്ലെ. അപ്പൊ നമ്മുടെ ഒക്കെ ഫാമിലി ഒക്കെ ദേ ഗോ ത്രൂ ദ സെയിം തിങ്. നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. നമ്മളുടെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് പുള്ളി കുറച്ചുകൂടെ മുൻകൂട്ടി കണ്ടിട്ട് അത് എടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു സിനിമയുടെ സെയിം ടീമിൽ ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ. നമ്മുടെ സിനിമയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഫൈനലി അപ്രൂവൽ കിട്ടി. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അപ്പൊ അതും കൂടെ നമ്മളെ സിനിമ പറയുന്നുണ്ട്, മുൻകൂട്ടി പറയുന്നുണ്ട്. പുള്ളിയുടെ കഥയും പുള്ളിയുടെ തിരക്കഥയും പുള്ളിയുടെ ഡയറക്ഷനും ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. ഫ്യൂച്ചറിൽ തോട്ട് ഉണ്ടായിരുന്നു അല്ലേ ഓൾറെഡി. പിന്നെ ശിവജി സർ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കൂടെ ആക്ടിങ്ങും? ശിവജിയുടെ കൂടെ വളരെയധികം നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂ കമേഴ്സിന്റെ കൂടെ ഒക്കെ പുള്ളി ആക്ച്വലി വളരെ കോപ്പറേറ്റീവ് ആണ്. നമ്മൾ ന്യൂ കമർ ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാത്ത ഒരാളാണെന്നുള്ള അങ്ങനെയുള്ളൊന്നുമില്ല. പുള്ളി വളരെ കോപ്പറേറ്റീവ് ആണ്. പിന്നെ ഇതൊരു അവാർഡ് വിന്നിംഗ് മൂവി ആണ്. ഓൾറെഡി അവാർഡ് കിട്ടിയല്ലോ. പുള്ളിയുടെ എഫേർട്ടിന്, ഷാൻ സാബിന്റെ എഫേർട്ടിന് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടി. നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫൈനലി ദ എഫേർട്സ് ഹാവ് പെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഇപ്പൊ ഇത് തിയേറ്ററിലും വന്നിട്ട് എല്ലാരും കാണുമ്പോൾ നമുക്ക് അത് ഡിഫറെന്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആയിരിക്കും. അപ്പം എവ്രി വൺ വി റിക്വസ്റ്റ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്സ് കം ആൻഡ്
please watch our movie Swachhand Mrityu. So everyone, we have another character with us. His name is Damian Matthew. അവർ അവരുടെ ജേർണിയും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ കൂടെ ഷെയർ ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ. വെൽക്കം ടു ദ സ്റ്റുഡിയോ. സോ പറയൂ പ്ലീസ് സർ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? നമ്മുടെ മൂവി സ്വച്ഛന്ദ മൃത്യു ഫൈനലി റിലീസ് ആകുവാണ്. സോ ഹൗ ഡു യു ഫീൽ? ഞാനൊരു നാടക നടനായിരുന്നു. അതെ, അതിൽ നിന്ന് ഇങ്ങനെ വന്നു, ഷാൻ സാറിനെ കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വലിയ കമ്പനിയായി. അതിന് ശേഷം ഈ സിനിമ വന്നപ്പോൾ എന്നെ വിളിച്ചു. അതിനകത്ത് ഞാനൊരു റെഡിമെയ്ഡ് ഡ്രസ് കച്ചവടക്കാരനായിട്ടാണ് അഭിനയിച്ചത്. ഈ 10-60 ദിവസം ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഞാനുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷമായിരുന്നു, വലിയ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒരു കൂട്ടായ്മ പോലെയാണ് നമ്മളെ അഭിനയിച്ചത്. ശിവജി സാറാണെങ്കിലും എല്ലാം. എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ശിവജി സാറിന്റെ കൂടെ? ശിവജി സാറുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. എപ്പം വിളിച്ചാലും നമ്മുടെ കൂടെ വരും, കെട്ടിപ്പിടിക്കും. ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെ കൂടെ? ഞാൻ മുഗൾ പരപ്പ് എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമുകള് നാടകരംഗത്തായിരുന്നു. ആലിമോടിന്റെ നാടകത്തിൽ ഉണ്ടായിരുന്നു. ആലിമൂടിന്റെ ഡ്രൈവറായിരുന്നു. ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂൾ തലത്തിലെ ഒരു ആർട്ടിസ്റ്റാണ്. ബെസ്റ്റ് ആക്ടറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നാടക മത്സരത്തിന് പോകും. ഏകാംഗ നാടക മത്സരം കലയിലായിരുന്നു. ഇനിയിപ്പം വയസ്സ് 65 മരിക്കുന്നിടം വരെ ഒരു കലാകാരനായിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം. ജീവിച്ച് മരിക്കണം, അതാണ് പാഷൻ അല്ലേ? അതാണ് പാഷൻ. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 65 വയസ്സുണ്ടെങ്കിലും 35 വയസ്സിൻ്റെ ഹൃദയമാണ്. ആരോഗ്യവാനാണ്, ഒരു അസുഖങ്ങളും ഇല്ല. ആക്ട് ചെയ്യുന്നതിനൊരു പ്രശ്നമില്ല, ഏത് റോളും കൈകാര്യം ചെയ്യും. ഇങ്ങനത്തെ പാഷനറ്റ് ആക്ടേഴ്സ് ആണ് ഈ മൂവിയിൽ, ഹു ഹാവ് ഗിവൻ ദെയർ എവറിത്തിങ് ടു ദിസ് മൂവി. അതാണ് ഈ മൂവിയുടെ സക്സസ്. ഐ തിങ്ക് ആ പാഷൻ, ആ ഹാർഡ് വർക്ക് എല്ലാം ഇറ്റ് കംസ് അക്രോസ് ദ സ്ക്രീൻ. അപ്പോൾ എന്താണ് സാറിൻ്റെ അഡ്വൈസ്? എല്ലാവരും വന്നിട്ട് എന്തിനാണ് ഈ മൂവി കാണേണ്ടത്? അത് കണ്ടാലേ അതിൻ്റെ കഥ മനസ്സിലാകത്തുള്ളൂ. ഇത് ഓരോ വീട്ടിലും സംഭവിക്കുന്ന ഒരു കഥയാണിത്. പറഞ്ഞു പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലും സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് നേരത്തെ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കഥയായിട്ട് വരാം. ഞാനും അങ്ങനെ ആയി നിൽക്കുകയാണ് ഇപ്പം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കഥയാണ്. എൻ്റെ ജീവിത കഥയായിട്ടാണ് ഞാൻ ഈ സ്വച്ഛന്ദ മൃത്യുവിനെ കാണുന്നത്. അപ്പം ഡാമിയൻ, ഇപ്പം എല്ലാ തീമിലെയും മൂവീസൊക്കെ വരുന്നുണ്ടല്ലോ. കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഈസ് ടോപ്പ് റൈറ്റ് നൗ. അപ്പോൾ നമ്മുടെ മൂവി എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫ്രം ദ അതേഴ്സ്? വൈ ഡു ദ പീപ്പിൾ വോണ്ട് ടു വാച്ച്? നമ്മുടെ മൂവിക്ക് തന്നെ ഒരു തെളിവ് കിട്ടിയില്ല. നമുക്ക് അവാർഡ് കിട്ടിയില്ലേ? നമുക്ക് അവാർഡ്. അതെന്തുകൊണ്ട് കിട്ടി? അത്ര നല്ല മൂവി ആയിരുന്നു. അത് നമ്മൾ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അത്ര നല്ലൊരു സിനിമയാണ്. കഥ ഇപ്പോൾ പറയാൻ പറ്റുമോ നമുക്ക്? കഥ തിയേറ്ററിലിരുന്ന് കാണുക, എല്ലാവരും വന്ന് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി. അല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാണല്ലോ, നമ്മൾ കണ്ടില്ലേ, നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. അതെ. So everyone, please do come and watch our movie Swachhand Mrityu, and we are actually thrilled to be a part of this. So now we have the captain of the ship, Mr. Shan Kecheri, finally coming up with our movie Swachhand Mrityu. ഞങ്ങളൊക്കെ ഫുള്ളി എക്സൈറ്റഡ് ആണ് അവരോട് സംസാരിക്കാൻ. സോ ഷാൻ, വെൽക്കം ടു ദ സ്റ്റുഡിയോ. എങ്ങനെ തോന്നുന്നു ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഫൈനലി നമ്മുടെ മൂവി റിലീസ് ആകാൻ തുടങ്ങുകയാണ്? വാട്ട് ഡു യു ഹാവ് ടു സേ? എങ്ങനെയായിരുന്നു ജേർണി, എക്സ്പീരിയൻസ്, എവറിത്തിങ്? പ്ലീസ് ടെൽ us. ആക്ച്വലി നമ്മൾ ഈ സിനിമ ബിൽഡ് ചെയ്തത് തന്നെ ഫോർ അക്കാദമിക്കൽ കോമ്പറ്റീഷന് വേണ്ടിയാണ്. അപ്പോൾ ഒരു അക്കാദമിക്കൽ മൂവി എന്ന പാറ്റേണിലാണ് നമ്മൾ സിനിമ എടുത്തത് തന്നെ. പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഷൈനക്ക് ഓൾസോ തോന്നിയിട്ടുണ്ടാവും ഇതൊരു അക്കാദമിക്കൽ മൂവി മാത്രമല്ല, പബ്ലിക് കാണേണ്ട ഒരു സിനിമ എന്ന ഒരു കണ്ടന്റ് ഇതിലുണ്ട് ഇല്ലേ? എസ്പെഷ്യലി ഈ മെഴ്സി കില്ലിംഗ്, ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഇൻ മലയാളം. ഷാൻ, ഐ വാണ്ടഡ് ടു ആസ്ക് യു, എങ്ങനെയാണ് ഈ തോട്ട് വന്നേ ഈ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ? നമുക്ക് ഇപ്പോൾ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ ആക്ഷൻ ആണ് കൂടുതൽ നോക്കുന്നത്, ത്രില്ലർ ആണ് നോക്കുന്നത്, പിന്നെ കോമഡി, അങ്ങനത്തെ മൂവീസ് ആണ്. പിന്നെ യങ് ആർട്ടിസ്റ്റ് അവരൊക്കെ കൂടിയിട്ട് ഒരു കോളേജ് തീം, അങ്ങനെയൊക്കെ മൂവീസ് ആണ് ഇപ്പം മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും മാറിയിട്ട്, അതെ, you are always so funny and you know excited with the journey and everything. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കോംപ്ലെക്സ് ടോപ്പിക് എടുത്തത്? എങ്ങനെയാണ് തോട്ട് മൈൻഡിൽ വന്നത്? ഇത് റീസെൻ്റ്ലി നമുക്ക് ഈ സിനിമ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ മാസങ്ങൾക്ക് മുമ്പാണ് ഈ കൊറോണ
നന്നായിട്ട് പീക്ക് ലെവലിൽ നിന്നിരുന്ന സമയത്ത് തൃശ്ശൂരിലെ ഒരു ട്രാൻസ്ജെൻഡർ ജീവിക്കാൻ വഴിയില്ലാതെ തട്ടുകട നടത്തിയിട്ട് രാത്രിയിൽ കസ്റ്റമേഴ്സ് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനല്ല വരുന്നത്, വേറെ മറ്റു പല ആവശ്യങ്ങൾക്കാണ് വരുന്നത്. അങ്ങനെ അവസാനത്തെ വഴിയും എൻ്റെ മുട്ടി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലാ കോടതിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ദയാവധത്തിന് അപേക്ഷ കൊടുത്തിരുന്നു ആക്ച്വലി. അപ്പോൾ പക്ഷേ തൃശ്ശൂർ ജില്ലാ കോടതി അത് തള്ളിക്കളയുകയും മേലിൽ ഇത്തരം ഈ ദയാവധം പോലുള്ള അപേക്ഷകൾ കോടതിയിലോട്ട് വരരുതെന്ന് കോടതി പ്രത്യേകം എടുത്ത് പബ്ലിക്കിനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വേറെ ഒരു വ്യക്തി, എനിക്ക് പേരെടുത്ത് പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ പറയുന്നില്ല, അപ്പോൾ അത്തരത്തിലെ ഒരു വ്യക്തി ഈ ദയാവധത്തിന് അപേക്ഷിച്ചിരുന്നു. ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഈ തോട്ട് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് പണ്ട് തിലകൻ ചേട്ടനുമായിട്ടാണ്. അപ്പോൾ തിലകൻ ചേട്ടനെ ഈ സിനിമ ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ എനിക്കൊരു 20-21 ഏജ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സിനിമ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചോ സിനിമയിലേക്ക് എങ്ങനെ വരുന്നതിനെ കുറിച്ചോ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തിലകൻ ചേട്ടനെ അൺഫോർച്ചുനേറ്റ്ലി എവിടെ കണ്ടപ്പോൾ പറഞ്ഞു സംസാരിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നല്ല. അപ്പൊ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ശിവജിയേട്ടനോട് പോയിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന ഒരുപാട് റിയൽ ആളുകൾ പുള്ളിയുടെ കെയർ ഓഫിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും പുള്ളി തന്നെ മുൻകൈ എടുത്ത് നമുക്ക് ഈ സിനിമ പെട്ടെന്ന് ചെയ്യണം, എന്റെ പ്രസൻസും അതുപോലെ എന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാന്ന് നടക്കുന്ന സംഭവമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇതിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ പബ്ലിക്കിന് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് ദയാവധത്തിന് അപേക്ഷിക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു സിനിമയാണ്. സ്വച്ഛന്ത മൃത്യു എന്ന ടൈറ്റിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ട മരണം എന്നാണ് ഈ സ്വച്ഛന്ത മൃത്യു എന്ന ടൈറ്റിലിൻ്റെ അർത്ഥം. അത് ഇസ്ലാമിക്കിലായാലും ഹിന്ദു ഭീഷ്മർക്ക് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സ്വച്ഛന്ത മൃത്യു. സ്വയം മരണം വരിക്കാനുള്ള ഒരു കഴിവാണ് ഭീഷ്മർക്ക് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ സ്വച്ഛന്ത മൃത്യു. അത് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത് ഒരാൾക്ക് ജീവിതം മടുക്കുകയും ആത്മഹത്യ ചെയ്യാൻ സാധിക്കാതെയും അത് ആത്മാഭിമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റാതെയും വരുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും എന്നതിന് ഉത്തരമാണ് ഈ മേഴ്സി കില്ലിംഗ്. ഈ മേഴ്സി കില്ലിംഗ് ഗവൺമെന്റ് ആണ് നടത്തി കൊടുക്കുന്നത്. ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ ഈ പടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ, സ്വച്ഛന്ത മൃത്യു എന്ന ടൈറ്റിലിനോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ സിനിമ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സിനിമ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ത്രില്ലർ മൂവികളുണ്ട്, ആക്ഷൻ മൂവികളുണ്ട്, ഒരുപാട് ലൈഫ് എൻ്റർടൈനിങ് മൂവികളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് മൂവികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോവുകയാണ്. ജീവിതം എൻ്റർടൈൻമെൻ്റ് അല്ല എല്ലാവർക്കും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ സിനിമ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സ്വച്ഛന്ത മൃത്യു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ എല്ലാവരിലും സ്വച്ഛന്ത മൃത്യു ഉണ്ട് സത്യത്തിൽ. അപ്പോൾ ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകനും സ്വച്ഛന്ത മൃത്യു ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കടന്നു വരാം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് സ്വച്ഛന്ത മൃത്യു, ട്രൈങ് ടു സ്പീക്ക് പബ്ലിക്. അതെ. പിന്നെ ഷാൻ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചും എല്ലാവരും? യു ആർ ഹാപ്പി വിത്ത് ദെയർ പെർഫോമൻസസ് എങ്ങനെയാണ്? പിന്നെ യു ഹാവ് വൺ ദ അവാർഡ് ഓൾസോ ഫോർ ദിസ് മൂവി. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ എൻറ്റയർ ജേർണി? ഈ സിനിമ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് അവാർഡ്സിന് കൊടുത്തിരുന്നു. നമുക്ക് കിട്ടിയത് ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്, ബെസ്റ്റ് ഡയറക്ടർ ഓഫ് സ്പെഷ്യൽ ജൂറി. പിന്നെ ഇതിൻ്റെ ലിറിക്സിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു, സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നെ അതിനും കിട്ടിയിരുന്നു. സോ അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രൈ ചെയ്യുന്നു, ചിലത് കിട്ടുന്നു, ചിലത്. പിന്നെയും എത്ര മൂവീസ് ഉണ്ടായിരുന്നു ലൈനപ്പില്, അവര് ഒരു റെക്കഗ്നീഷൻ തന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തെങ്കിലും ഉണ്ടല്ലോ ഈ മൂവിയിൽ, അതുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും എന്തോ ഉണ്ട്. അത് പിന്നെ കണക്ട് ആകുന്ന എന്തോ ഒരു സാധനം ഉണ്ട്. ലൈഫായിട്ട് കണക്ട് ആവുന്നത് തന്നെയാണ് ത്രൂ ഔട്ട് ഈ പടത്തിലുള്ളത്. പിന്നെ സ്റ്റേറ്റ് അവാർഡിന് കൊടുത്തിരുന്ന ജൂറിയിൽ നിന്ന് ഒരു ഡയറക്ടർ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ച് ഈ സിനിമ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് വരെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്ടഡും ആയിരുന്നു. പിന്നെ ഒരു നല്ലൊരു ഹാപ്പിനെസ്, സർപ്രൈസിങ് ഹാപ്പിനെസ് ആയിരുന്നു അല്ലേ? അതെ.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ബെസ്റ്റ് ചിത്രത്തിനും ബെസ്റ്റ് നടനും വേണ്ടി സെക്കൻഡ് റൗണ്ടിലേക്ക് സിനിമ എടുത്തു, അവർ സെക്കൻഡ് റൗണ്ടിൽ സിനിമ കണ്ടു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ജേണി ഇവിടെ നിർത്തൂല, നമുക്ക് വീണ്ടും ഇതിലും നല്ലൊരു കണ്ടന്റ് സ്റ്റേറ്റ് അവാർഡിനും ഈ പറഞ്ഞ പോലെ മറ്റു അവാർഡുകൾക്കും തീർച്ചയായിട്ടും ഞാൻ വരും. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ പറ്റുമെന്ന് നോക്കും. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ദ കീ ആസ്പെക്ട് ഇസ് ആ കണക്ഷൻ വേണം വിത്ത് ഓഡിയൻസ്. ആ കണക്ഷൻ കിട്ടിയാൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. എനിക്ക് അതാ ഞാൻ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതില് ഷാൻ യു ഹാവ് champed it. You have rocked it. Our connection ആണ് main theme. Our connection, if you want to feel, please everyone, I request you come and watch all the entire team's effort. നമ്മളൊക്കെ fully thrilled ആണ്. Please come and watch our movie Swachhandam Mrityu. Thank you.